എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഗുഡ് മോർണിംഗ്. ഈ വെള്ളിയാഴ്ച ഓൺലൈൻ പ്രാർത്ഥനയിലേക്ക് ദൈവനാമത്തിൽ എല്ലാവരെയും വളരെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മെ നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് നൽകിയ നന്മകളെയൊക്കെ ഓർക്കാം. ഒപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, അനുഗ്രഹീതമായ ഈ പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി കാലം അവിടുത്തെ കൃപയിൽ ഞങ്ങളെ നടത്തിയതിനായി, ഞങ്ങളെ പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചു. സുഖത്തോടെ, ക്ഷേമത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കാൻ ഈ പകൽക്കാലം നീ ഞങ്ങളെ സഹായിക്കുന്നല്ലോ. കർത്താവെ, ഞങ്ങളുടെ ജീവിത വഴികളിലൊക്കെ നീ ഞങ്ങളെ താങ്ങുന്നതിനായി, ഞങ്ങളെ പരിപാലിക്കുന്നതിനായി, ഞങ്ങളെ നടത്തുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും കർത്താവെ, ഞങ്ങള് വീണു പോകാമായിരുന്ന സാഹചര്യങ്ങളിൽ, ഞങ്ങൾ തളർന്നു പോകാമായിരുന്ന ഇടങ്ങളിൽ, തകർന്നു പോകാമാകുന്ന സാഹചര്യങ്ങളിലൊക്കെ കർത്താവെ, നീ നിന്റെ കരങ്ങൾ ഞങ്ങളെ താങ്ങി, ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളെ വഴി നടത്തുന്നല്ലോ. ആ വലിയ സ്നേഹത്തിനായി, ആ വലിയ കരുതലിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇപ്രകാരം ഈ പകൽക്കാലം വിശ്വാസത്തോടുകൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ അങ്ങ് സഹായിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പ്രാപിച്ച ദൈവ കൃപകളെ ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ദുഃഖങ്ങളിൽ, സങ്കടങ്ങളിൽ, രോഗങ്ങളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിലൊക്കെ അങ്ങയുടെ വലിയ കരുതലും കാവലും അനുഭവിപ്പാൻ പിതാവേ നീ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ദൈവമേ, ഈ പകൽക്കാലം ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലെ വിശ്വാസത്തോടുകൂടെ കടന്നു വരുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ ഭാരങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് വിടുതൽ ലഭിപ്പാൻ, കർത്താവെ, ഞങ്ങൾ നേരിടുന്ന പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിപ്പാൻ ആവശ്യമായ ആത്മീയമായ ശക്തി നേടുവാൻ, കർത്താവെ, നിരാശപ്പെട്ടു പോകുന്ന, തകർന്നു പോകുന്ന പല സന്ദർഭങ്ങളിലും നിന്റെ വചനത്തിൽ കൂടുതൽ ആശ്രയിപ്പാനും, നിന്റെ വചനത്താൽ ശക്തീകരിക്കപ്പെടുവാനും ബലപ്പെടുവാനും ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പകൽക്കാലം ഞങ്ങളുടെ ഇന്നത്തെ കൂട്ടായ്മയിൽ കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ഒക്കെ നിന്റെ മക്കളെ ശക്തീകരിക്കണമേ. വചനം പറയുവാൻ അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവെ, ഈ പകൽക്കാലം ഞങ്ങളുടെ ശുശ്രൂഷകൾ കർത്താവെ അങ്ങനെയുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനും, കർത്താവെ, ഞങ്ങൾ തമ്മിലുള്ള ആത്മീയമായ ഐക്യത്തെയും സ്നേഹത്തെയും കൂട്ടായ്മയെയും ശക്തിപ്പെടുത്തുവാനും ഇടയാക്കണമേ. ഈ നല്ല പകൽക്കാലം അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം, നന്മകളാൽ നിറയ്ക്കണം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക്, ഈ ആരാധനയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് മിഥുനാണ്. അതിനുശേഷം മിഥുന്റെ അമ്മച്ചി,
അന്നമക്കോശി ആൻറ്റി 77-ാമത്തെ സങ്കീർത്തനം വായിക്കും. ഇപ്പോൾ മിഥുൻ പാട്ടുകൾക്ക് നേതൃത്വം നൽകും. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ്. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനാദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനാദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. എനിക്കാശ്വസിപ്പാൻ ഒരു സംഗീതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സംഗീതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ മാർവ്. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും
ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. നെക്സ്റ്റ് സോങ്, അടുത്ത പാട്ട് യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു. യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ആകുലവേളകളിൽ ആശ്വാസം നൽകിടും താൻ. ആകുലവേളകളിൽ ആശ്വാസം നൽകിടും താൻ. എന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിടും താൻ. എന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിടും താൻ. യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു സ്നേഹമുടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും. കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. മനക്ലേശം നേരിടുമ്പോൾ ബലം നിനക്കു നൽകും. മനക്ലേശം നേരിടുമ്പോൾ ബലം നിനക്കു നൽകും. ആ വെള്ളി വെളിച്ചം രക്ഷയുമാകയ താമസമെന്നെ നീ വന്നിടുക. ആ വെള്ളി വെളിച്ചം രക്ഷയുമാകയ താമസമെന്നെ നീ വന്നിടുക. യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. യേശു വിളിക്കുന്നു
യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. താങ്ക് യു അച്ഛാ. താങ്ക് യു മിഥുൻ. ഇപ്പോൾ കോശി ആന്റി സങ്കീർത്തനം വായിക്കും. 77-ാമത്തെ സങ്കീർത്തനം. സങ്കീർത്തനം 77, Psalms 77. ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. അവൻ എനിക്ക് ചെവി തരും. കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ച് രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. എൻ്റെ ഉള്ള ആശ്വാസം നിരസിച്ച് ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. എൻ്റെ കണ്ണിന് മാത്രം ഉറക്കം തടുത്തിരിക്കുന്നു. സംസാരിപ്പാൻ കഴിയാതവണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു. ഞാൻ പൂർവ്വ ദിവസങ്ങളെയും പണ്ടത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു. രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതം ഓർക്കുന്നു. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു. എൻ്റെ ആത്മാവ് ശോധന കഴിക്കുന്നു. കർത്താവെ എന്നേക്കും തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കുകയില്ലയോ? അവൻ്റെ ദയ സദാകാലത്തേക്കും പൊയ്പോയോ? അവൻ്റെ വാഗ്ദത്തം തലമുറയോളം ഇല്ലാതായിപ്പോയോ? ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ? അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുവോ? എന്നാൽ അതെൻ്റെ കഷ്ടതയാകുന്നു. അത്യുന്നതന്റെ വലം കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഞാൻ നിന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും. നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാക്കുക. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ തടുത്തിരിക്കുന്നു. യാക്കോബിന്റെയും യോസേഫിന്റെയും മക്കളെ തന്നെ. ദൈവമേ, വെള്ളത്തിൽ നിന്നെ കണ്ട് ഭ്രമിച്ചു. ആഴികളും വിറച്ചുപോയി. മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞ ആകാശം നാദം മുഴക്കി. നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു. നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി. മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു. ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി. നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു. നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയുമിരുന്നു. മോശയുടെയും അഹരോന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ദൈവാസന്നദ്ധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം, സമർപ്പിക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം തന്റെ കരങ്ങളിൽ നമ്മളെ സൂക്ഷിച്ചതിനായി, പരിപാലിച്ചതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആയുസിന്റെ നിമിഷം വരെയും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കൃപകളും ദൈവാനുഗ്രഹങ്ങളും ഒക്കെ വലുതും ചെറുതുമായ സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിലൊക്കെ അനുഭവിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കിയല്ലോ. ആ വലിയ ദൈവസ്നേഹത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെയും നന്ദിയോടുകൂടെ, സ്തോത്രത്തോടുകൂടെ ഓർക്കാം. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ജീവിത പങ്കാളികൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, നമ്മുടെ ഉപജീവന മാർഗങ്ങൾ, ജോലികൾ, നമ്മുടെ വിശ്രമ ജീവിതം, എല്ലാം നമ്മുടെ ജീവിതത്തെ എത്രത്തോളം അർത്ഥവത്താക്കുന്ന, അനുഗ്രഹമാക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതെല്ലാം ദൈവത്തിന്റെ വലിയ ദാനമാണ്, ദൈവത്തിന്റെ വലിയ കൃപയാണ്. ആ ദാനങ്ങളെയും ദൈവകൃപകളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ദൈവം നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാർക്കായിട്ട് സ്തോത്രം ചെയ്യാം. അവരുടെ വാർദ്ധക്യത്തിൽ, അവരുടെ ശാരീരികമായ ക്ഷീണാവസ്ഥകളിൽ, അവരായിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ദൈവം അവരെ സൂക്ഷിക്കണമേ, അവരെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗക്കിടക്കയിലായിരിക്കുന്നവർ, മറ്റുള്ളവരുടെ ശുശ്രൂഷയിലും ഒക്കെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയ മാതാപിതാക്കന്മാരെ നമുക്ക് ഓർക്കാം, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ സഹോദരങ്ങളെ എല്ലാം നമുക്ക് ഓർക്കാം. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവരെ കുടുംബങ്ങളായിട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പരിപാലിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് അവരെയൊക്കെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, 12ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ ചെയ്യുന്നവർ, പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഭവനങ്ങളിൽ നിന്നും അകലങ്ങളിലായിരിക്കുന്നവർ, പഠനമൊക്കെ പൂർത്തീകരിച്ച് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, ജോലിയിലേക്ക് പ്രവേശിക്കുന്നവർ, വിവാഹപ്രായമെത്തിയവർ, അങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഫലമേൽപ്പിക്കാം. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കണമേ, അവരെയൊക്കെ വഴി നടത്തണമേ, അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ബന്ധുമിത്രാദികളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരെ ദൈവം കാക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയെ ദൈവം ഈ നാളുകളിലൊക്കെ നടത്തുന്നല്ലോ, അനുഗ്രഹിക്കുന്നല്ലോ. അതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ സഭയുടെ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹത്തിനു വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ശുശ്രൂഷകളെ എല്ലാം ഓർക്കാം. ആരാധനകളും കൂട്ടായ്മകളും സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ അനുഗ്രഹമായിരിക്കാൻ ദൈവം കനിയണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലൈറ്റി ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സാറ്റലൈറ്റ് വർഷിപ്പ്, പ്രത്യേകിച്ച് ഹൈടെക് സിറ്റി ഏരിയയിലുള്ള കുടുംബങ്ങളെയും അവിടെ മാസത്തിലൊരിക്കൽ നടന്നു വരുന്ന ആരാധനയും പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാസ്റ്ററേറ്റ് കമ്മിറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ശുശ്രൂഷകൾക്കും ദേവാലയത്തിനും വേണ്ട ശുശ്രൂഷകളും കൈത്താങ്ങലുകളും ഒക്കെ നൽകുന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫ്സിനെ എല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയെ ദൈവം തുടർന്നും അനുഗ്രഹിക്കണമേ, ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളെ ഒക്കെ ദൈവം അനുഗ്രഹിക്കണമേ, അവർക്ക് തലമുറകളൊക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള, സിംഗിൾ ആയിട്ടുള്ള, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. ദൈവം അവരെ ശക്തീകരിക്കണമേ, അവരെ മുൻപോട്ട് നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവരുടെ എല്ലാ ജോലി കാര്യങ്ങളെയും നമുക്ക് ഓർക്കാം. ഒരുപാട് പേർ ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഹൈദരാബാദിലുള്ളത്. ജോലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ നേരിടുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ പ്രത്യേകം അവരെ നമുക്ക് ഓർക്കാം. ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നവരുണ്ട്, ജോലി മാറാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്.
അങ്ങനെ തൊഴിൽപരമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രതികൂലങ്ങൾ ആരെങ്കിലും ഒക്കെ നേരിടുന്നെങ്കിൽ പ്രത്യേകമായിട്ട് അവരെയൊക്കെ നമുക്ക് ഓർക്കാം. അവരുടെ തൊഴിലൊക്കെ, അവരുടെ ജോലി സ്ഥിരപ്പെടുവാൻ, അവരുടെ ജോലി മാർഗങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലുള്ള പ്രായമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. തങ്കമ്മ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. AC ചെറിയാൻ അങ്കിളിനെയും ഒമന ആന്റിയും ഒക്കെ ഓർക്കാം. സാലി അലക്സ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിനെ പ്രാർത്ഥനയിൽ ഓർക്കാം. സാറാമ്മ കുര്യൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെസ്സി തോമസ് ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. തങ്കം എഡ്വിൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രമണി ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. മെർലി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രത്യേകിച്ച് വിധവമാരായിട്ടുള്ളവരെ നമുക്ക് ഓർക്കാം. അന്നമ്മ ജോൺ ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സുഷാമാണി ആന്റിയെ ഓർക്കാം. അന്നമ്മ കോശി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രമണി വർഗീസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രത്ന ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പുഷ്പ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറിയം ജേക്കബ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മോളി ജോർജ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മിണി ജോർജ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മേരി ജേക്കബ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറിയാമ്മ എബ്രഹാം ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജേക്കബ് വർഗീസ് അങ്കിളിനെയും CS ജോസഫ് അങ്കിളിനെയും ഒക്കെ പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം ഈ പ്രിയപ്പെട്ടവരെ ഒക്കെ ബലപ്പെടുത്തണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ അവിടുന്ന് കൂടെയിരിക്കണമേ. ശാരീരികമായ ബലഹീനതകളിൽ, അവരുടെ ജീവിത ഭാരങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളിൽ, പ്രതികൂലങ്ങളിൽ ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജേക്കബ് അങ്കിളിനെയും അന്നമ്മ ആന്റിയെയും പ്രാർത്ഥനയിൽ ഓർക്കാം. കുടുംബമായി ലില്ലി ആന്റിയെയും കുരുവിള അങ്കിളിനെയും കുടുംബമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കാം. സുശീല ആന്റിയെയും രഞ്ജിത്ത് അങ്കിളിനെയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ചാച്ചിയമ്മ ആന്റിയെയും PP ഫിലിപ്പ് അങ്കിളിനെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ലിസി ആന്റിയെയും ഷമലൂട്ടി അങ്കിളിനെയും പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കാം. പ്രത്യേകിച്ച് ലിസി എബ്രഹാം ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആന്റി നാളെ റിനിയോടൊപ്പം ബാംഗ്ലൂരിന് പോകുന്നു. ദൈവം പ്രിയ ദാസിയെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ശാരീരികമായ ബലഹീനതകളിലായിരിക്കുന്ന, രോഗാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ജെബി അങ്കിളിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്കിളിന്റെ ട്രീറ്റ്മെന്റ് ക്ഷീണാവസ്ഥകളൊക്കെ ദൈവം അറിയുന്നു. കർത്താവ് കൂടുതലായി ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സൂസൻ ഐസക് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശുഭിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഡയാലിസിസ് ഒക്കെ നടക്കുന്നല്ലോ. ദൈവം പ്രിയദാസനെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
ബിജുവിന്റെ മാൻസിയുടെ മാതാവ് നാട്ടിലെ സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റിലായിരിക്കുന്നു. പ്രത്യേകിച്ച് അമ്മണി ആന്റിയെയും പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ആരെങ്കിലും ഈ പേര് പറഞ്ഞവരുടെ കൂട്ടത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട ആശ്വാസവും വിടുതലും നൽകണമേ, അവരെ ദൈവം ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ, നടന്ന സ്റ്റേറ്റുകൾ, തുടർന്നുള്ള കാര്യങ്ങളൊക്കെ സമാധാനപൂർണമായി നടത്തപ്പെടുവാനും നീതിയുക്തമായ ഭരണകൂടങ്ങളൊക്കെ കടന്നു വരുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലാവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. ചൂടിന്റെ പ്രയാസങ്ങൾ പലർക്കുമുണ്ട്. ദൈവം അവരെയൊക്കെ ബലപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളാൽ ബുദ്ധിമുട്ടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വടക്കേ ഇന്ത്യയിലൊക്കെ ഉള്ള മിഷൻ വയൽ പ്രദേശങ്ങളെ, മിഷണറി പ്രവർത്തനങ്ങളെ നമുക്ക് ഓർക്കാം. ഒരുപാട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ മധ്യത്തിലും കർത്താവിന്റെ വേലയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പീഡനങ്ങളുടെയും കഷ്ടതയുടെയും ഒക്കെ മധ്യത്തിലും കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നവരെ വ്യക്തികളായും കുടുംബങ്ങളായും സംഘടനകളായും ഒക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. CSA സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയുടെ ബിഷപ്പന്മാരെ എല്ലാം ഓർക്കാം. പട്ടത്ത സമൂഹത്തെ, അവരുടെ കുടുംബങ്ങളെ, സിസ്റ്റേഴ്സിനെ, സുവിശേഷകരെ, സന്നദ്ധ പ്രവർത്തകരെ, മിഷണറിമാരെ, അങ്ങനെയുള്ള എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എല്ലാ മഹായിടവകൾക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ സഭയെ നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കും. സഭ ലൗകികമായി പോകാതെ സഭ ആത്മീയമാകുവാൻ, ക്രിസ്തുവിന്റെ മണവാട്ടിയാകുവാൻ, ദൈവത്തിന്റെ സ്നേഹത്താൽ കാൽവറി ക്രൂശിനാൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ സമൂഹമാകുവാൻ കർത്താവ് സഭയെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗങ്ങളാൽ ഭാരപ്പെടുന്ന, മാറാരോഗങ്ങളാൽ വേദനപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിന്റെയും മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മിഷണറി പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർക്കാം. കർത്താവിന്റെ വേല നിർഭയം നിർവഹിപ്പാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ആഗോള സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി, യുദ്ധങ്ങൾ ഒക്കെ ഇല്ലായ്മ ചെയ്യപ്പെടുവാൻ, നിർത്തൽ ചെയ്യപ്പെടുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. അമേരിക്കയും ഇസ്രായേലും ഇറാനും മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ, ഇറാൻ റഷ്യ ഉക്രൈൻ യുദ്ധങ്ങൾ, അതുപോലെ തന്നെ പലയിടങ്ങളിലും, ലോകത്തിന്റെ പലയിടങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമാധാനങ്ങൾ, ശാന്തികൾ ദൈവം
നമ്മുടെ ലോകത്തോട് ഇടപെടണമേ. ശാശ്വതമായ സമാധാനം വരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് താഴ്മയായിട്ട് പ്രാർത്ഥിക്കാം. ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കാലങ്ങളായി നമ്മളെ സങ്കടപ്പെടുത്തുന്ന, നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ, ഒരുപക്ഷെ അത് നമ്മുടെ വ്യക്തിപരമായ പ്രയാസങ്ങളാകാം, നമ്മുടെ രോഗാവസ്ഥകളാകാം, ദീർഘകാലമായി നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇതുവരെയും പരിഹാരം കാണാനാവാത്ത പ്രശ്നങ്ങളാവാം. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളാകാം, നമ്മുടെ ലൈഫ് പാർട്ട്നേഴ്സിന്റെ പ്രശ്നങ്ങളാകാം, നമ്മുടെ ഇൻലോസുമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, അയൽക്കാരുമായിട്ടോ സഹവിശ്വാസികളോ ആയിട്ടുള്ള പ്രശ്നങ്ങളാകാം. എന്ത് പ്രയാസങ്ങളായിരുന്നാലും പ്രതികൂലങ്ങളായിരുന്നു, നമ്മുടെ ശാരീരികമായ ബലഹീനതകളാകാം, അവയെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട വിടുതലും ആശ്വാസവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയത്തില് പേര് പറഞ്ഞവരുടെ കൂട്ടത്തിൽ വിട്ടുപോയ ലില്ലി ആന്റിയെയും ബാബു അങ്കിളിനെയും ഓർക്കാം. ബ്രിഗേഡിയർ അങ്കിളിനെയും ഉഷ ആന്റിയെയും ഓർക്കാം. നമ്മളെ തന്നെ എല്ലാവരെയും, ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ ഓർക്കാം. ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാൻ. തുടർന്ന് പൊന്നമ്മ ആന്റി നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. കേൾക്കാമോ? കേൾക്കാം ആന്റി. യെസ്. കർത്താവേ, ഞങ്ങളുടെ സ്നേഹമേറിയ സ്വർഗീയ പിതാവേ, ദൈവമേ, ഈ സമയത്ത് അവിടുത്തെ തിരുസന്നിധിയിൽ അടുത്തു വരുവാനും അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിപ്പാനും ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന പച്ച. കർത്താവെ, ഞങ്ങളെ ഇന്നുവരെയും പരിപാലിച്ച കൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആയുസിന്റെ നാളുകളിലൊക്കെ ഇന്നുവരെയും ഞങ്ങളെ നടത്തി പരിപാലിച്ച ദൈവമേ, വരാമായിരിക്കുന്ന ആപത്തനർത്ഥങ്ങളിലൊക്കെയും ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവെ, ഒരു പ്രാവശ്യം കൊണ്ട് നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞുപോയ നാളുകളിലൊക്കെയും അത്ഭുതകരമായ അതിശയകരമായ കർത്താവെ, നിങ്ങളെ പരിപാലിച്ച കൃപയോർത്തി കോടാനോടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന നാഥനെ. കർത്താവെ, ജീവിതത്തിന്റെ പലവിധമായ അവസ്ഥകളിലൊക്കെയും കർത്താവെ, നീ ഞങ്ങളെ കൈവിടാതെ താങ്ങി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന അപ്പാ. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ കുറ്റങ്ങളും ഒക്കെയും കർത്താവെ നിങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയൊന്ന് അനുഗ്രഹിക്കണമേ. കർത്താവ്, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, കഴിഞ്ഞ 2 വർഷക്കാലം കർത്താവെ ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി ഞങ്ങളുടെ ജോസഫ് ശാമേലച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മകനിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കരുതലിനും പ്രാർത്ഥനകൾക്കുമായി കർത്താവെ നിനക്ക് നന്ദി പറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപ്പച്ച, എല്ലാവരുടെയും വിഷയങ്ങളൊക്കെയും വെച്ച് പേര് പറഞ്ഞ് കർത്താവെ പ്രാർത്ഥിപ്പാനും നിന്റെ മകനെ നീ ഒരിക്കൽ കൃപയ്ക്കായി നന്ദി പറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പച്ച, ദൈവമേ, നിന്റെ മകനെ പുതിയൊരു വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ കർത്താവെ ധാരാളമായ അനുഗ്രഹങ്ങളും കൃപകളോട് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേണ്ടുന്ന ആരോഗ്യം, ബലവും ശക്തി, ആയുസ്സും ആരോഗ്യത്തോടുന്ന് ദാനം ചെയ്യണമേ. കൂടുതലായി ശുശ്രൂഷയെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പോകുന്ന പുതിയ സ്ഥാനത്ത് കർത്താവെ അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിലും അവിടുന്ന് കൂടെ ഇരിക്കണമേ കർത്താവെ. അതിനുള്ള ക്രമീകരണങ്ങളിലൊക്കെ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നിഷ കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിമൻസ് ഫെലോഷിപ്പിന്റെ നേതൃത്വം വഹിപ്പാനും കർത്താവെ അത് എത്രയോ അനുഗ്രഹകരമായിട്ട്
നടത്തുവാനും കർത്താവെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ക്രമീകരിച്ച് ഇന്നുവരെയും അവിടുന്ന് നിന്റെ മകളിൽ കൂടി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നേതൃത്വത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപ്പച്ച വേണ്ടുന്ന ബലവും ശക്തിയും കർത്താവെ നിന്റെ മകൾക്ക് നീ ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആരോഗ്യം ബലവും ശക്തിയും കൊടുക്കണേ ദൈവമേ. കൊടുത്തിരിക്കുന്ന എല്ലാ ടാലന്റിനായും കരുതലിനായും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പാ. മക്കളെ ഇരുവരെയും ഒറ്റ കരങ്ങളിൽ തരുന്ന കർത്താവെ അൽമിത്രായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ. കർത്താവെ നിന്റെ മകൾ തന്നെ കർത്താവെ അവിടെ താമസിക്കുമ്പോൾ എൻ്റെ കർത്താവെ അവിടുന്ന് നിന്റെ മകളും കാവലിൻ്റെ സൂക്ഷിപ്പിലും കർത്താവെ നിന്റെ പൈതലിനെ നീ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ ദൂതന്മാരാൽ കാത്തുകൊള്ളണമേ. നല്ല കൂട്ടുകാരെയൊക്കെ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടെ പഠിത്ത കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടെയായി കൂടുതലായി എൻ്റെ മകളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബിയലിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവൻ്റെ അടുത്ത് തുടർന്നുള്ള പഠിത്തത്തിലും വളർച്ചയിലും എല്ലാം കർത്താവെ നീ കൂടുതൽ അവിടെ നിന്റെ പൈതലിനെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ കർത്താവെ നമ്മുടെ സഭയോടത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവമേ ചർച്ച് കമ്മിറ്റി ആയിട്ട് കർത്താവെ നിന്റെ മക്കളിൽ നല്ല വിശ്വസ്തയോടെ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ നിന്റെ മക്കളെ നീ സഹായിച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും കർത്താവെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഞങ്ങളുടെ ഓരോ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൂത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ എൻ്റെ മക്കളെ നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യങ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ ലൈറ്റി ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ വിമൻസ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകളും കർത്താവേന് നേതൃത്വം കൊടുക്കുന്ന എൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടെ കോയറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ ശുശ്രൂഷയെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ ദൈവമേ സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും കർത്താവെ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടെ നീ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ദൈവമേ. കർത്താവെ അവരുടെ ആവശ്യങ്ങളിലൊക്കെയും എൻ്റെ ദൈവമേ വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെയും കർത്താവെ നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നീ അറിയുന്ന കർത്താവാകുന്നില്ല ദൈവമേ. ഞങ്ങളുടെ സങ്കടങ്ങൾ നീ കാണുന്ന കർത്താവാകുന്നില്ല കർത്താവെ. ഞങ്ങൾ ഒരിക്കലും നിന്നിൽ അവിശ്വസിക്കാത്ത കർത്താവെ തക്ക സമയത്ത് നീ പ്രവർത്തിക്കുന്നുള്ള വിശ്വാസം ജീവിപ്പാൻ കർത്താവെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം പരിമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യങ്ങളൊക്കെയും കർത്താവെ നീ നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എൻ്റെ ദൈവമേ ഞങ്ങളുടെ രോഗികളെ എല്ലാവരുടെ കരങ്ങളിൽ തരുന്ന കർത്താവെ ജപിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ. കർത്താവെ ചെയ്യുന്ന ട്രീറ്റ്മെന്റിലൊക്കെയും എൻ്റെ ദൈവമേ അവിടുത്തെ കൃപ കൂടെ ഇരുന്ന് നിന്റെ മകനെ നീ ശക്തീകരിക്കണേ. ശുശ്രൂഷിക്കുന്ന എൻ്റെ മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഷിബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഡയാലിസിസ് ഒക്കെയും ചെയ്യുമ്പോൾ എൻ്റെ ദൈവമേ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ, ശക്തീകരിക്കണേ അപ്പച്ചാ. ദൈവമേ സൂസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ മകളെ നീ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. അതുപോലെ കർത്താവെ സ്റ്റീഫൻ കോശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുന്ന കർത്താവെ അവിടുത്തെ ബലവും ശക്തിയും അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങനെ അച്ഛൻ പേര് പറഞ്ഞ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നാട്ടിൽ ഇവിടെയുമായിട്ടുള്ള നിന്റെ മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുശീല ആൻറ്റി, ജയ്ക്കബ് മക്കളെ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണമേ. കർത്താവെ എൻ്റെ മക്കളുടെ ട്രീറ്റ്മെന്റിലൊക്കെ എൻ്റെ ദൈവമേ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണേ. അവിടുന്ന് സൗഖ്യമാക്കുന്ന കർത്താവാണെന്നല്ലോ, അവർക്ക് സൗഖ്യദാതാവാണെന്നല്ലോ കർത്താവെ. പരിപൂർണ്ണ സൗഖ്യം കർത്താവെ നമ്മൾക്ക് എല്ലാവിടുന്ന് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച ഏകരായി താമസിക്കുന്ന കർത്താവെ എൻ്റെ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ ഇവരോട് കൂടെ ഇരിക്കണമേ. ഞാൻ ഇനി ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കില്ല. ആലോചന കർത്താവെ അവരുടെ സകല ആവശ്യങ്ങൾ എൻ്റെ ദൈവമേ നീ കൂട്ടാളിയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എൻ്റെ ദൈവമേ ലിസിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്റെ മകളുടെ കർത്താവെ ഞങ്ങൾക്ക് ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. നിന്റെ സമാധാനം കൊണ്ട് കർത്താവെ നിന്റെ മകളെ നീ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. നാളെ ഒരു ബാംഗ്ലൂരിൽ പോകുന്നില്ല കർത്താവെ. അടിജിക്കുമ്പോഴൊക്കെയും കർത്താവെ അവിടുത്തെ കൃപ ധാരാളമായി ദൈവമേ വാർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഞങ്ങളുടെ പ്രായമായ അങ്കിളുമാരെ ആൻറ്റിമാരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ദൈവമേ കർത്താവെ അവരുടെ ശാരീരികമായ ബലഹീനതയിൽ കർത്താവെ നീ കൂടെ ഇരിക്കണമേ, അവരെ ശക്തീകരിക്കണേ കർത്താവെ. മറ്റുള്ളവരുടെ ശുശ്രൂഷയിൽ കഴിയുന്നവരുണ്ട് കർത്താവെ, അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാത്രമേ കാണുകയുള്ളൂ കർത്താവെ. നീ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരിക്കണേ കർത്താവെ. ബലഹീനതയിൽ കൈവിടാത്ത ദൈവമാവുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന പച്ച എല്ലാ ബാലാരിഷ്ടങ്ങളും പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
ഉന്നത വിജയം കൊടുത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ബുദ്ധി ഞാനും അറിയോടുന്ന ദാനം ചെയ്യണമേ കർത്താവേ. ഞങ്ങളുടെ യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവരുടെ പുതിയതായ പഠിച്ചു നിൽക്കുന്നവരുടെ ജോലിക്ക് വേണ്ടി നോക്കുന്നവരുടെ കർത്താവേ, എല്ലാവരോടും അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ ദൈവമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ, അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഞങ്ങളുടെ ഉടമസ്ഥരായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കാര്യങ്ങളിൽ തരുന്ന കർത്താവെ, ജോലിയും വീട്ടിലെ ഭാരവും എല്ലാം കൂടെ നിന്റെ മക്കൾക്ക് താങ്ങുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ ശക്തീകരിക്കണേ, ബലപ്പെടുത്തണേ കർത്താവെ. തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കർത്താവെ, നിന്റെ മക്കളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അനേക ആവശ്യങ്ങളിൽ കഴിയുന്നവരുണ്ട് കർത്താവെ. ദൈവമേ, കർത്താവെ, വാഹനമില്ലാത്തൊരു, വീടില്ലാത്തൊരു കർത്താവെ, ഭാരപ്പെടുന്ന എല്ലാവരെയും എൻ്റെ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തും വിദേശത്തുമായി കർത്താവെ, ഞങ്ങൾ കൂടെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ എല്ലാവരും, ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആവശ്യങ്ങളും രോഗങ്ങളിലൊക്കെ എൻ്റെ ദൈവമേ നീ കൂടെ ഇരിക്കണമേ എന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ CSI സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ബിഷപ്പന്മാരെയും പട്ടക്കാരെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ശുശ്രൂഷയെ അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ എല്ലാം ഓർക്കുന്നു, ഇവാഞ്ചലിസ്റ്റിനെ എല്ലാം ഓർക്കുന്നു കർത്താവെ. എല്ലാവരെയും അവരുടെ വേലയൊക്കെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. ദൈവമേ, മിഷണറിമാർക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരായിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവമേ നിന്റെ മക്കളോട് കൂടെ ഇരിക്കണമേ. വിധമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെയും കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. കർത്താവെ, അവർക്കൊക്കെയും വേണ്ടുന്ന കൃപയും സഹായം അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചൂടിന്റെ പ്രയാസത്താൽ അനേകര് ഭാരപ്പെടുന്നുള്ള എൻ്റെ ദൈവമേ, കാലാവസ്ഥയിൽ കർത്താവെ അവിടുന്ന് എല്ലാവർക്കും അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അപ്പച്ച. ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ദൈവമേ, നേരായ നല്ല രീതിയിൽ ഭരിക്കുവാൻ എല്ലാവരെയും നീ ശക്തിയിരണേ കർത്താവെ. ഈ സമയത്ത് ഇലക്ഷനൊക്കെയും കഴിഞ്ഞു, പുതിയൊരു ഭരണകൂടം വരുന്നു ദേശത്തൊക്കെയും ഞങ്ങളുടെ നാട്ടിലൊക്കെയും കർത്താവെ. നല്ലതായിട്ടുള്ള ഭരിക്കുന്നവർ വരുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. കർത്താവെ, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ കർത്താവെ. യുദ്ധത്തിന്റെ പ്രയാസത്തിലൊക്കെയും ഭീതിയിലൊക്കെയും കഴിയുന്ന കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ. സമാധാനമായൊരു അന്തരീക്ഷം ഉണ്ടാകത്തക്കണം കർത്താവെ, നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. കർത്താവെ, വീണ്ടും ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവെ, ദൈവമേ നീ ഞങ്ങളെ ശക്തീകരിക്കണേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ദിവസവും അവിടുത്തെ കൃപ പ്രാപിച്ച് ജീവിപ്പാന് കർത്താവെ നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അല്പസമയം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കട്ടെ അപ്പച്ച. അവിടുത്തെ വചനത്താൽ നിങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേട്ട് ഉത്തരവരുളമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഈ നാളുകളിലൊക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലൊക്കെ ലഭിക്കുന്ന എല്ലാ ദൈവ നടത്തിപ്പുകളെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. തുടർന്നും സഭയായി ഐക്യതയോടെ, ഒരുമയോടെ, ശക്തമായ ആഴമായ കൂട്ടായ്മ ബന്ധത്തിൽ മുൻപോട്ട് നീങ്ങുവാൻ, പുതിയ ഉന്നതമായ നിലകളിലേക്കൊക്കെ എത്തിച്ചേരുവാൻ സഭയായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇത് നമ്മൾ വായിച്ചു കേട്ട 77-ാം സങ്കീർത്തനം വളരെ ശ്രദ്ധേയമായ, ഒരുപക്ഷെ മിക്കപ്പോഴും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതാവസ്ഥകളെയും മാനുഷികമായ അവസ്ഥകളെയും പ്രതിഫലിപ്പിക്കുന്ന, റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ്. ഒരുപാട് മാനുഷികമായ സാഹചര്യങ്ങളെ, ഹ്യൂമൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യന്റെ ബലഹീനതകളും കഴിവുകേടുകളും സംശയങ്ങളും നിരാശകളും ഇച്ഛാഭംഗങ്ങളും സങ്കടങ്ങളും വേദനകളും ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന, റെപ്രസെന്റ് ചെയ്യുന്ന, റിലേറ്റ് ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് 77-ാമത്തെ സങ്കീർത്തനം. ആസാഫിന്റെ ഒരു സങ്കീർത്തനം. 3-ാമത്തെ പുസ്തകം സങ്കീർത്തനങ്ങളിൽ അധികവും ആസാഫിന്റെ സങ്കീർത്തനങ്ങളാണ്. നമുക്കറിയാം, ആസാഫ്
ഇസ്രായേലിന്റെ മരുഭൂ പ്രയാണത്തിൽ മോശയോട് കലഹിച്ച ഇവരുടെ കൂട്ടത്തിൽ അതിന്റെ പ്രധാനിയുടെ മകനാണ് ആസാഫ്. ആ ഒരു ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണിത്. ആസാഫ് സങ്കീർത്തനത്തിൽ പ്രധാനമായും ചോദിക്കുന്ന 6 ചോദ്യങ്ങളും ഈ സങ്കീർത്തനത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മിക്കപ്പോഴും നമ്മളും ഉയർത്തുന്ന, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സിലും ഉണ്ടാകുന്ന ചോദ്യം. 7-ാമത്തെ വാക്യം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ആ 3 വാക്യങ്ങളിൽ ആസാഫിന്റെ സംശയം, ആസാഫിന്റെ നിരാശ, ആസാഫിന്റെ വേദന ഈ ചോദ്യങ്ങളിലൂടെ പ്രതിഫലിക്കുന്നുണ്ട്. ആസാഫ് ഒന്നാമത് ചോദിക്കുന്നത്, കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? തള്ളിക്കളയപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട, നിരസിക്കപ്പെട്ട, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മാനുഷികമായ സാഹചര്യം. പലപ്പോഴും the feeling of rejection, the feeling of being not accepted. ഇവിടെയൊക്കെ ജീവിതത്തിൽ ആ ഒരു സന്ദർഭം ഉണ്ടാകാറുണ്ട്. എല്ലായ്പ്പോഴും സ്വീകരിക്കപ്പെട്ടിട്ടുള്ളവരും എല്ലായ്പ്പോഴും നമ്മളൊക്കെ അംഗീകരിക്കപ്പെട്ടവരുമല്ല. മിക്കപ്പോഴും നമ്മളൊക്കെ തള്ളപ്പെട്ടു പോയവരാ, റിജക്റ്റ് ചെയ്യപ്പെട്ടവരാ. ആസാഫ് ദൈവത്തോട്, അല്ലെങ്കിൽ ആസാഫ് സ്വയം ചോദിക്കുകയാണ്, ദൈവത്തോടുള്ള ചോദ്യമല്ല, കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരസ്കാരങ്ങളൊക്കെ ഉണ്ടാകും. തള്ളപ്പെട്ടു പോകുന്ന, പിന്തള്ളപ്പെട്ടു പോകുന്ന, പുറന്തള്ളപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ അതങ്ങനെ ഉണ്ടാവില്ല എന്നൊന്നും ആസാഫ് പറയുന്നില്ല. പക്ഷെ ആസാഫ് അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നേക്കുമായി, നമ്മളെ പൂർണ്ണമായി ഒരിക്കലും തിരിച്ചു വരാതെ വണ്ണം, ഒരിക്കലും മടങ്ങി വരാൻ കഴിയാതെ വണ്ണം, ഒരിക്കലും തിരികെ എത്താൻ കഴിയാതെ വണ്ണം നമ്മൾ തള്ളപ്പെട്ടു പോകുമോ? തിരസ്കരിക്കപ്പെട്ടു പോകുമോ? ഒരുപക്ഷെ ഒന്നിന് പിറകെ ഒന്നായി പരാജയങ്ങളും തിരസ്കാരങ്ങളും പുറന്തള്ളലുകളും അവഗണനകളും ഒക്കെ അനുഭവിച്ച ആസാഫിന്റെ ചോദ്യമാണ്, എന്നേക്കും, will this be forever, this rejection? സംശയമാണ് പലപ്പോഴും. ഒരുപക്ഷെ ആദ്യമായിട്ടും നമ്മുടെ പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ, നമ്മൾ തിരസ്കരിക്കപ്പെടുമ്പോൾ, അത് ഫസ്റ്റ് ടൈം ആണെങ്കിലും നമ്മുടെ സംശയം, ഇതെന്നും ഇങ്ങനെ ആയിരിക്കുമോ? അതാണ് നമ്മുടെ ഫിയർ. Will this be forever? This depression, this disposition, ഇത് മാറത്തില്ലേ? അതാണ് നമ്മളെ പേടിപ്പിക്കുന്നത്, അല്ലെ? ഒരു രോഗം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, കുടുംബജീവിതത്തിലെ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മുടെ ഒരു സംശയം അതാണ്, ഇത് ഒഴിവായി പോകത്തില്ലേ? എനിക്കൊരു മടങ്ങി വരവില്ലേ? അതുകൊണ്ടാണ് ആസാഫ് ചോദിക്കുന്നത്, will this be forever? രണ്ടാമത് ചോദിക്കുന്നു, അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? മറ്റൊരു വാക്കാ, ദൈവം പ്രതികൂലമാകുന്ന അവസ്ഥ, അല്ലെ? തിങ്സ് ആർ becoming so adversarial for us. Things are settling itself against us. എല്ലാം ഒന്നും അനുകൂലമാവില്ല ജീവിതത്തിൽ, അല്ലെ? ഒരുപാട് പ്രതികൂലങ്ങൾ നമ്മൾ നേരിടാം. ചിലതൊക്കെ അനുകൂലമാകുമ്പോഴും not everything is favorable for us.
അപ്പോൾ ആസാഫ് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം, അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ല. ഒരിക്കലും, വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ എന്നേക്കും തള്ളിക്കളയുമെന്ന് ചോദിക്കുന്നതിന്റെ മറ്റൊരു അഡ്ജക്റ്റീവാണ്, മറ്റൊരു പ്രയോഗം. അവൻ ഒരിക്കലും അനുകൂലമാവില്ലേ, അല്ലേ? അതും ഒരു സംശയമല്ലേ? പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ പേടി അതാണ്. ഓ, ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ പോകേണ്ടി വരുമോ? നമ്മളെപ്പോഴും നമ്മുടെയൊക്കെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് അനുകൂലമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അനുകൂലമായില്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് നീങ്ങുക പ്രയാസമാണ്. സാഹചര്യങ്ങളുടെ അനുകൂലത, when contexts are becoming friendly and helpful for us, sometimes it will be difficult. It will create havocs than help. അല്ലെ? സഹായത്തെക്കാൾ കൂടുതൽ അപകടങ്ങളും പ്രതികൂലതയും നമുക്കുണ്ടാക്കുമ്പോൾ we will have the same question. Will this be forever in my life? എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും അനുകൂലമാവില്ലേ? ചിലപ്പോഴെങ്കിലും നമ്മളും ഈ ഒരു ചോദ്യത്തിന്റെ മധ്യത്തിലാണ്. നമ്മുടെ മനസ്സിലും ഈ ചോദ്യം വരും. If it is happening the first time, or if it is even temporal, താൽക്കാലികമാണെങ്കിലും ആദ്യമായിട്ടാണ് സംഭവിക്കുന്നതെങ്കിലും നമ്മുടെ സംശയം, നമ്മുടെ ഭയം എന്താണ്? അവനിനി ഒരിക്കലും, will this not be favorable, or this opposition, this difficulty will be eternal? നമ്മുടെ ചോദ്യം അതാണ്. 8ാമത്തെ വാക്യം, അവന്റെ ദയ സദാകാലത്തേക്കും പോയി. എത്ര മനോഹരമായിട്ടാണ് ഓരോരോ വാക്കുകൾ മാറി 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 സങ്കീർത്തനക്കാരൻ ഉപയോഗിക്കുന്നത്. അവന്റെ ദയ സദാകാലത്തേക്കും പോയോ? ആദ്യം പറഞ്ഞത് എന്നേക്കും, ഇനി ഒരിക്കലും, പിന്നെ സദാകാലം. ദിസ് ഈസ് എ ഗ്രേറ്റ് ഫിയർ. അവന്റെ ദയ പോയോ? The character of God is being doubted, questioned. The mercy, the grace, the compassion of God, is it gone forever? Can God be compassionate anymore? എന്നൊരു സംശയമാണ്, അല്ലേ? അടുത്ത വാക്യം, അവന്റെ വാഗ്ദാനം തലമുറയോളം ഇല്ലാതായി പോയോ? മറ്റൊരു പ്രയോഗമാണ്. The promises of God will be stopped for generations. ഒരു തലമുറയ്ക്കും അവന് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഇനി ലഭിക്കുകയില്ലയോ? Can not God keep his promises to the coming generation, not only to my generation, to the coming generations? Futurist doubt is about the future. What will happen to the future generations? 4ാമത്തെ ചോദ്യമാണ്, സംശയമാണ്. 5ാമത്തെ ചോദ്യം, ദൈവം കൃപ കാണിക്കാൻ മറന്നിരിക്കുന്നു. ദയയും കൃപയും, അല്ലെ, വാഗ്ദാനവും. ദൈവം കൃപ കാണിക്കുവാൻ മറന്നിരിക്കുന്നു. 6ാമത്തത്, അവന്റെ കോപത്തിൽ തന്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നു. Lot of questions, multiple questions, bunch of questions that doubts the character of God, the content of God. ദൈവത്തിന്റെ സ്വഭാവത്തെയും ദൈവത്തിന്റെ ഉൾക്കാമ്പിനെയും ദൈവീകതയെയും ദൈവത്തെ ദൈവമാക്കി നിലനിർത്തിക്കൊണ്ടു പോകുന്ന എല്ലാത്തിനെയും സംശയിക്കുന്ന
ആസാഫ്. പലപ്പോഴും നമ്മളും എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടു, ഇനിയും ഉണ്ടാകും. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കോണ്ടെക്സ്റ്റുകൾ അത്രത്തോളം കുഴപ്പം പിടിച്ചൊന്നും ആവണമെന്നില്ല, അത്രത്തോളം സങ്കീർണമാകണമെന്നില്ല, അത്രത്തോളം പ്രതിസന്ധികളും പ്രയാസങ്ങളും തിരിച്ചുവരവിനാകാത്തവണ്ണം മടങ്ങിവരവിനാകാത്തവണ്ണം വളരെ സങ്കീർണമോ കുഴപ്പം പിടിച്ചതോ ഒന്നും ആകണമെന്നില്ല. പക്ഷെ ഈവൻ ദെൻ we tend to pose questions one after the other, questioning the very character of God, the questioning the very God. ദൈവത്തെ സംശയിക്കുന്ന, ദൈവത്തിന്റെ കൃപയെ, ദൈവത്തിന്റെ കരുണയെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ, ദൈവത്തിന്റെ നന്മയെ, അനുകൂലതയൊക്കെ നമ്മൾ സംശയിക്കുന്ന സാഹചര്യം. സോ ആസാഫിന്റെ ചോദ്യങ്ങൾ ഒരുപക്ഷെ ആസാഫിന്റെ ആത്മഗതങ്ങളാവും, ആസാഫിനെ അലോസരപ്പെടുത്തുന്ന, ആസാഫിന്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന, ആസാഫിന്റെ ജീവിതത്തെ അൺസെറ്റിൽ ചെയ്യുന്ന ചോദ്യങ്ങൾ, സംശയങ്ങൾ, ഡെസ്പറേഷൻസ്, ഡിസ്റ്റോർഷൻസ്, disturbances. He not only questions, doubts. ചോദ്യം ചെയ്യുന്ന ആസാഫ്, നമ്മളും അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. We will ask questions. വിശ്വാസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അല്ലെ? ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ദൈവത്തിന്റെ നന്മയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിന്റെ ചോദ്യങ്ങളാണ്. We ask these questions out of our faith. ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ കരുണയെക്കുറിച്ചും ദൈവത്തിന്റെ വാഗ്ദത്തത്തെക്കുറിച്ചും ദൈവത്തിന്റെ നന്മകളെക്കുറിച്ചും ഒക്കെ നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്, അതിൽ നമുക്ക് ആശ്രയമുള്ളത് കൊണ്ടാണ് പലപ്പോഴും അത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ, നമ്മൾ ചിന്തിക്കുന്ന സമയങ്ങളിൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ we begin to doubt and question. It's questions of faith. It's not questions of disbelief. It is questions that help us to deepen our faith. നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആശ്രയത്തെ, നമ്മുടെ ദൈവബോധ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന, കൂടുതൽ മഹത്തരമാക്കുന്ന ചോദ്യം. It's not the questions of disbelief. It is the questions of faith. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ചോദ്യം മാത്രമല്ല ചോദിക്കുന്നു. ഇതിന്റെ ഒന്നാമത്തെ വാക്യം പറയുന്നത്, ഞാൻ എന്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. He not only questions, Asaph cries out. ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ആസാഫ്, അല്ലെ? നമ്മുടെ സങ്കടം ദൈവസന്നിധിയിൽ, എനിക്ക് തോന്നുന്നു മറ്റാരുടെ മുമ്പിലും കരയുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിന്റെ സന്നിധിയിൽ കരയുന്നത്. Sometimes people will misunderstand our cries. ഹന്ന ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോ ശമൂവേൽ തെറ്റിദ്ധരിച്ചതുപോലെ ചിലപ്പോ നമ്മൾ കരഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കും. കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെ? ആസാഫ് ക്രൈസ് ഔട്ട്. ഞാൻ എന്റെ ശബ്ദമുയർത്തി 2 വട്ടം പറയുന്നു. I will cry loudly. I will cry aloud. അത് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനൊന്നുമല്ല. It is because of the pain.
ബിക്കോസ് ഓഫ് ദി അഗനി. നമ്മുടെ ജീവിതത്തിന്റെ വേദനകളും നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നത്. കാരണം എന്താണ്? അവിടെ പറയുന്നുണ്ട്, കഷ്ടദിവസം എന്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു, വിഷാദിക്കുന്നു, വ്യാകുലപ്പെടുന്നു, ഉറക്കം തടുത്തിരിക്കുന്നു, സംസാരിപ്പാൻ കഴിയാതെ കൊണ്ട് ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ജീവിത വൃത്തങ്ങളെ കുറിച്ചാണ് അവിടെ ആസാഫ് പറയുന്നത്. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ? ഞാൻ കഷ്ടദിവസത്തിൽ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എന്റെ കൈ തളരാതെ മലർത്തിയിരുന്നു, എന്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു, ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു, എന്റെ ആത്മാവ് വിഷാദിക്കുന്നു, എന്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു, സംസാരിപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു. നോർമൽ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഡിസ്റ്റർബ് ചെയ്യപ്പെടുക ഒരു മനുഷ്യന്റെ, അല്ലെ? കണ്ണിന് ഉറക്കം തടുന്നു, സംസാരിപ്പാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യന്റെ നോർമൽ ആക്ടിവിറ്റീസ് ആർ ബീങ് ഡിസ്റ്റർബ്, സ്റ്റോപ്പ് വെൻ വി ആർ ഇൻ ഡിസ്ട്രസ്. നമ്മളിങ്ങനെ ദുഃഖത്തിലും വിഷമത്തിലും വിഷാദത്തിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരെ ചെന്ന് അതും ഇതൊക്കെ പറഞ്ഞ് സംസാരിപ്പിക്കാനായിട്ട് ശ്രമിക്കും, അല്ലെ? ഡിപ്രഷന്റെ ഒരു വലിയ പ്രോബ്ലം അതാണ്. സംസാരിക്കത്തില്ല, ആളുകളെ കാണുന്നത് ഇഷ്ടമല്ല, ഉറക്കം നഷ്ടപ്പെടുന്നു, വിഷാദം ബാധിക്കുന്നു, വ്യാകുലപ്പെടുന്നു. These are all common features of our lives. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ ഒന്ന് ആശങ്കപ്പെടാൻ. ഒരുപക്ഷെ അത് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് പോലും നമുക്കറിയില്ല. ബട്ട് വി ആർ പ്രോൺ ടു ബി ആങ്ഷ്യസ്. അസാഫ് പറയുന്നതാണ്. ഒരു മനുഷ്യന്റെ വ്യാകുലം, അതിന്റെയൊക്കെ മധ്യത്തിൽ എന്താണ് അവൻ ചെയ്യുന്നത്? ഹി ക്രൈസ് ഔട്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ അതാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ചോദ്യങ്ങളുണ്ട്, നിലവിളികളുണ്ട്. പക്ഷെ അതിന്റെ മധ്യത്തിലും he is expressing all these things. He is experiencing all these things in the context of the reality of God. ദൈവം എന്ന യാഥാർത്ഥ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം താൻ അനുഭവിക്കുന്നത്. He is not completely forgetting God. Asaph is not completely leaving God. His cries, his questions are raised in relation to God. ദൈവവുമായി ബന്ധപ്പെട്ടാണ് എന്റെ ചോദ്യം. എന്താണ് അവിടെ ചെയ്യുന്നത്? അവിടെ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാൻ പഴയ കാര്യങ്ങൾ ഓർക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും, നിന്റെ സകല, 11ാമത്തെ വാക്ക്, നിന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ഞാൻ ധ്യാനിക്കും, നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു. നോക്കൂ, ആസാഫ് ഉയർത്തിയ ചോദ്യങ്ങൾക്ക്, ആസാഫിന്റെ നിലവിളികൾക്ക്, കരച്ചിലുകൾക്ക് ആസാഫ് തന്റെ വിശ്വാസത്താൽ ഉത്തരം കണ്ടെത്തുന്നു. ആസാഫ് തന്നെ ഉത്തരം കണ്ടെത്തുന്നു. ആസാഫ് ഓർക്കുന്നുണ്ട്, ഇതൊന്നും ദൈവത്തിന് അത്ര വലിയ കാര്യമല്ല. ദൈവം തന്റെ പൂർവികരോട് ചെയ്ത കാര്യങ്ങളെ ഓർക്കുമ്പോൾ, പൂർവികർക്ക് ചെയ്ത നന്മകളെ ഓർക്കും.
ദൈവം ചരിത്രത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർക്കുമ്പോൾ, ദൈവം നമ്മുടെ പൂർവികരെ നടത്തിയ വഴികളെയും വിധങ്ങളെയും ഓർക്കുമ്പോൾ, these questions and cries are temporal, താൽക്കാലികം. That is the assurance. He not only doubts and cries and questions, he also finds the answer in himself. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതാ. പ്രാർത്ഥന prayer is our first response, not the final resort. പ്രാർത്ഥന നമ്മുടെ ആദ്യത്തെ പരിഹാരം, അവസാനത്തെ പ്രതിവിധിയല്ല. പ്രാർത്ഥന നമ്മുടെ ആദ്യത്തെ പ്രതികരണമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ദൈവമക്കളെ സംബന്ധിച്ച്, prayer is a time for us to raise our questions, our pains, our cries and our agonies. But also prayer is a time for us to find answers in itself. ദൈവത്തിന്റെ കൃപകളും ദൈവത്തിന്റെ നന്മകളിലും ദൈവത്തിന്റെ നടത്തിപ്പുകളിലും ആശ്രയിക്കുക. That is the answer to our prayer. അതാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം. ദൈവം നമ്മളെ നടത്തുന്ന, ദൈവം നമ്മെ പരിപാലിക്കണം. നമ്മളെ മാത്രമല്ല, നമ്മുടെ പൂർവിക വഴികളിൽ പൂർവ്വകാലങ്ങളെ ഞാൻ ഓർക്കും. പണ്ടത്തെ ദൈവത്തെ ഞാൻ ഓർക്കും. പണ്ട് നടത്തിയ വിധങ്ങൾ ഞാൻ ഓർക്കും. അപ്പോഴാണ് എനിക്ക് ആശ്വാസം ഉണ്ടാകുന്നത്. അപ്പോഴാണ് എനിക്ക് ബലമുണ്ടാകുന്നത്. അപ്പോഴാണ് ഞാൻ ശക്തിപ്പെടുന്നത്. നമ്മള് കടന്നു വന്ന വഴികളൊന്ന് ഓർക്കുമ്പോൾ, ദൈവം നമ്മൾ നടത്തിയ വിധങ്ങളും ദൈവം നമ്മളെ പരിപാലിച്ച മുഖാന്തരങ്ങളും ഓർക്കുമ്പോൾ, that itself is an answer to our prayer. അത് തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ വലിയ ഉത്തരമാണ്. അതുകൊണ്ട് ആസാഫിനെ പോലെ കരയുക, ആസാഫിനെ പോലെ ചോദ്യങ്ങൾ ഉയർത്തുക, ആസാഫിനെ പോലെ നമ്മുടെ പ്രാർത്ഥനകളിൽ ബലവും ആശ്വാസവും കണ്ടെത്തുക. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം വീണ്ടെടുക്കുന്ന ദൈവമാണ്. കുറെ കാര്യങ്ങൾ ദൈവത്തിന്റെ കർമ്മങ്ങളെ കുറിച്ച്, ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് അവിടെ ആസാഫ് താഴോട്ട് വർണ്ണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിൽ it is normal that we cry. It is so normal that we question. That it is also normal and hopeful that we ourselves find the strength, the comfort, the peace in faith or with faith in God. ദൈവത്തിൽ നമ്മുടെ വിശ്വാസത്താൽ ആശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും കണ്ടെത്തുവാൻ. ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ നടത്തുന്ന ദൈവമാണ്. അവൻ നമ്മളെ തള്ളിക്കളയാത്ത, കൈവിടാത്ത, അവൻ നമ്മളെ തന്റെ കരുണയാലും കൃപയാലും നയിക്കുന്ന, നടത്തുന്ന നല്ല ദൈവമാണ് എന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ആത്മീയമായ സഹവാസങ്ങളിൽ തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്, തകർന്നു പോകരുത്, തളർന്നു പോകരുത്. ഗോഡ് ഈസ് വിത്ത് us. നമ്മളെ വിടുവിക്കുന്ന, നമുക്ക് സൗഖ്യം നൽകുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നമ്മളോട് ഇടപെടുന്ന, നമ്മളെ ഒരു നാളും കൈവിടാത്ത വലിയവനായ ദൈവത്തിൽ സമ്പൂർണമായിട്ട് ആശ്രയിപ്പാൻ സഭയായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ,
അനുഗ്രഹീതമായ ഈ കൂടിവരവിനായി ഞങ്ങൾ അങ്ങേക്ക് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ നാളുകളിൽ വലിയ ആത്മീയമായ ഊർജവും ആത്മീയമായ ശക്തിയും ആത്മീയമായ ഉൾക്കാഴ്ചകളും ദർശനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് തിരുവചനത്തിലൂടെ നൽകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. അസാഫിനെ പോലെ കർത്താവെ, ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിൽ നിരാശപ്പെടുന്നവരാണ്, വേദനപ്പെടുന്നവരാണ്, ദുഃഖവും സങ്കടവും പ്രതികൂലവും പ്രയാസവും അനുഭവിക്കുന്നവരാണ്. കർത്താവെ, ഈ പകൽക്കാലം നീ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടതിനായി സ്തോത്രം. നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞോ? നീ ഞങ്ങൾക്ക് പ്രതികൂലമാണ്? നിന്റെ വാഗ്ദത്തങ്ങളൊക്കെ നിന്നുപോയോ? നിന്റെ കരുണയും കൃപയും വറ്റിപ്പോയോ? പലപ്പോഴും ഞങ്ങള് സംശയിച്ച് അകന്നു പോയിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, ഞങ്ങളുടെ നിലവിളികൾക്ക് ചെവി ചായിച്ചു തരുന്ന ഒരു ദൈവം, ഞങ്ങളുടെ വേദനകളെയും ഞങ്ങളുടെ പ്രയാസങ്ങളെയും അറിയുന്ന ദൈവം ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിലെ പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. അവർ നേരിടുന്ന പ്രതികൂലങ്ങളെ അവിടുന്ന് അറിയുന്നല്ലോ. അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ നീ അറിയുന്നല്ലോ. കർത്താവേ, നീ അവരോട് ഇടപെടണമേ. അവരിലെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും നേരിടുവാനുള്ള ദൈവികമായ ബലം അവർക്ക് നൽകണമേ. കർത്താവേ, നിന്റെ മക്കളെ അവിടുത്തെ കൃപയാൽ ശക്തീകരിക്കണമേ. ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ മാത്രമല്ല, ഞങ്ങളുടെ പൂർവികരെ നടത്തിയ ദൈവം ഇന്നും നടത്താൻ മതിയായവനാണെന്ന് വിശ്വസിച്ച് മുൻപോട്ട് നീങ്ങുവാൻ അവരെ ഒരുക്കണമേ. കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ട് കർത്താവേ. പലതരത്തിലുള്ള വിഷാദങ്ങളിൽ പെട്ടുപോയവർ, ഒട്ടും ഊർജമില്ലാതെ നിരാശപ്പെട്ടു പോയവർ, രോഗവും പ്രയാസവും പ്രതികൂലവും ക്ലേശങ്ങളും ഒക്കെ ജീവിക്കുവാനുള്ള താല്പര്യത്തെ തല്ലിക്കെടുത്തുന്ന സാഹചര്യത്തിൽ കർത്താവേ, നിന്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമാകുന്നവൻ ഞങ്ങളുടെ ജീവപര്യന്തം വഴി നടത്തുമെന്നുള്ള ഉറപ്പോടെ അവർ ജീവിപ്പാൻ കർത്താവെ അവരെ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാവരോടും അവിടുത്തെ കൃപയാൽ അവിടുന്ന് ഇടപെടണമേ. അവരുടെ ശാരീരികമായ ബലഹീനതകളിൽ അവിടുന്ന് തുണയായിരിക്കണമേ, അനുകൂലമായിരിക്കണമേ. മുൻപോട്ട് വിശ്വാസത്തോടെ പ്രത്യാശയോടുകൂടെ നീങ്ങുവാൻ അവരെ ഒരുക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ഇങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായി പ്രിയമുള്ളവരെ, നാം എല്ലാവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും, നമ്മുടെ വ്യക്തിപരമായ ജീവിത ആവശ്യങ്ങളോ ഇന്നുമല്ല ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന നിങ്ങൾ എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ മിഥുനോട്, സങ്കീർത്തനം വായിച്ച അന്നമ്മ ആന്റിയോട്, പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച പൊന്നമ്മ ആന്റിയോടുള്ള നന്ദിയും സ്നേഹവും നമ്മളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ചയും
ദൈവം അനുവദിച്ചാൽ പ്രാർത്ഥന ഉണ്ടായിരിക്കും. അടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് നമുക്ക് 3 പേരെ ആവശ്യമുണ്ട്. പാട്ട് പാടാനായിട്ട് ഒരാൾ വേണം. ആരെങ്കിലും ഒന്ന് പറയുമോ? പാട്ട് അച്ഛാ ഞാൻ പാടാം അച്ഛാ. രജിത്ത് അല്ലേ? ആ അച്ഛാ. ഓക്കെ, രജിത്ത്. ഓക്കെ, താങ്ക് യു. സങ്കീർത്തനം 79 മമ്മി വായിക്കച്ചാ. തങ്കവാണ്ടി. യെസ്. ഓക്കെ. പ്രാർത്ഥന. പ്രയർ. ആൻഡ് സാം 78 ആണ്. ഷുവർ അച്ഛാ. പ്രയർ. അതിനാണ് കൂടുതൽ സമയം എടുക്കുന്നത്. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും പേടിയാ, എന്നാൽ പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടതുമാണ്. നിലപ്പം പറഞ്ഞാട്ടെ. ആരാ പ്രാർത്ഥിക്കുന്നേ? എളുപ്പം പറഞ്ഞാട്ടെ. അച്ഛാ ഞാൻ പ്രാർത്ഥിക്കാം. സുഷ. ഓക്കെ ആന്റി, താങ്ക് യു വെരി മച്ച്. സുഷ ആന്റി. അപ്പൊ അടുത്ത ആഴ്ച പാട്ട് രജിത്ത്, സങ്കീർത്തനം തങ്കവാണ്ടി, പ്രാർത്ഥന സുഷ ആന്റി. താങ്ക് യു. ഒരിക്കൽ കൂടെ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ ആഴ്ച നമുക്ക് ഞായറാഴ്ച രാവിലെ 8:30 ആരാധനയുണ്ട് ദേവാലയത്തിൽ. വൈകിട്ട് 5:30 ഹൈടെക് സിറ്റി ഏരിയയിലുള്ള സാറ്റലൈറ്റ് വർഷിപ്പ് സർവീസും ഉണ്ടായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ബൈ.